ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന കവിതയുടെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പാർട്ടാണ്, അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യത്തെ സെക്ഷൻസ് ഡിസ്കസ് ചെയ്തതാണ്, ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ജൻ ജൻ കാ ചെഹ്റ ഏക് എന്നതാണ് പാഠത്തിൻ്റെ പേര്. കിസ് വിദാക്കി രചന ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിതയാണ്. ഇസ്കെ രചയിത ഹെ മുക്തിബോധ്. മുക്തിബോധ് എഴുതിയ ഒരു കവിതയാണ് ജൻ ജൻ കാ ചെഹ്റ ഏക്. ഈ കവിതയിലെ പ്രധാനപ്പെട്ട മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഏകത, അതുപോലെ തന്നെ ലോഗോं के സംഘർഷ്, ഇത് രണ്ടുമാണ് ഇതിലെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഏകത മീൻസ് ഒത്തൊരുമ, അതുപോലെ തന്നെ ആളുകളുടെ സ്ട്രഗിള്, ഇത് രണ്ടുമാണ് ഈ കവിതയുടെ തീം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ വരികളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുട്ടിയോं का एक ലക്ഷ്യ. ഓക്കെ, അവിടം വരെ നമ്മൾ നോക്കിയതാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. पृथ्वी के गोल चारों ओर से धरातल पर है जनता का दल एक पक्ष. पृथ्वी के गोल चारों ओर से धरातल पर है जनता का दल एक पक्ष. ഓക്കെ, പൃഥ്വി കെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി എന്താണ്, ഉരുണ്ടതാണ്. ചാരോ മോർസെ ധരാതൽ പർ, ധരാതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂതൽ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഹേ ജനതാ കാ ദൾ, ദൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ്, ഏക് പക്ഷ എന്ന് വെച്ചാൽ അതും ആ ഒരു മീനിങ് തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് സബി മാനവജാതി ഏക് ഹെ, അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, അവർക്ക് ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ഒറ്റ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ സബി മാനവജാതി ഏക് ഹെ, അല്ലെങ്കിൽ സബി മാനവ് ജാതി കെ ഹെ, എല്ലാവരും എന്താണ്, മനുഷ്യരാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജലത്താ ഹുവ ലാൽ കി ഭയാനക് സിതാര ഏക്, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ചുവപ്പ് നിറത്തിലുള്ള ആ ഒരു എന്താണ്, സിതാര മീൻസ് നക്ഷത്രം, അത് ഒന്നേ ഉള്ളൂ. ഓക്കെ, അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സൂര്യനെയാണ്. ജൽത്താ ഹുവ ലാൽ സിതാര എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോഴെന്താണ്, ജൽത്താ ഹുവ ലാൽ കി ഭയാനക് സിതാര ഏക്. അപ്പോൾ എന്താണ്, സൂര്യനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ സൂര്യൻ പ്രകാശം കൊടുക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നാണ് നമുക്ക് ആ വെളിച്ചം കിട്ടുന്നതും. ഇവിടെ വേറൊരു മീനിങ് കൂടി വരുന്നുണ്ട്. ജനതാ ക്രോധിത് ഹോത്താ ഹെ ഉസ്കാ ക്രോധ് സൂര്യ കി തരഹ ഹെ, അതായത് ആളുകൾക്കുണ്ടാകുന്ന ദേഷ്യം, ആ ദേഷ്യം എന്താണ്, സൂര്യനെ പോലെയാണ് എന്നാണ് കവി പറയുന്നത്. ഉദ്ദീപിത് ഉസ്കാ ബിഗരാൽസ ഇഷാര ഏക്. ഉദ്ദീപിത് മീൻസ് സ്റ്റിമുലേറ്റഡ് അല്ലെങ്കിൽ പ്രകാശിത് എന്നൊക്കെ വരും. ഓക്കെ, ഉസ്കാ വികരാൽസ ഇഷാര ഏക്. അപ്പോൾ എന്താണ്, ആളുകൾക്ക് ആ ദേഷ്യമുണ്ടെങ്കിൽ അതും ഒരുപോലെയാണ്. വികരാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷൻ എന്നതാണ് എൻ്റെ മീനിങ്. ജൽത്താ ഹുവ ലാൽ കി ഭയാനക് സിതാര ഏക് ഉദ്ദീപിത് ഉസ്കാ വികരാൽസ ഇഷാര ഏക്. ഓക്കെ, അതായത് ഈ ആളുകൾ ദേഷ്യം വരുമ്പോൾ അവരുടെ ആ ദേഷ്യം സൂര്യനെ പോലെയാണ്. അവരുടെ ഇഷാര അല്ലെങ്കിൽ ഒരു സൂചന കൊടുക്കുന്നതും ഒന്നാണ്, അല്ലെങ്കിൽ ആ ദേഷ്യത്തിൻ്റെ ഇഷാര ഏക്, ഗുസ്സേക്ക ഇഷാര ഏക് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് ആദ്യത്തെ രണ്ട് സെൻറ്റൻസിൽ പറയുന്നത് സബി മാനവ് ജാതി കെ ഹെ, അടുത്തതിനകത്ത് വരുന്നത് ജനത ക്രോധിത് ഹോത്താ ഹെ तो उसका क्रोध सूर्य की तरह है. ഓക്കെ, അടുത്ത ഇതിലേക്ക് പോകാം. അതിനകത്ത് വരികളിൽ നമുക്ക് മനസ്സിലാവുന്ന ജനതാക്ക സംഘർഷമാണ്, അല്ലെങ്കിൽ സ്ട്രഗിൾ, അതാണ് നമുക്ക് മനസ്സിലാവുന്ന. ഒരു നദികളിലൂടെ, നദിയുടെ ഒഴുക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജനജീവിതത്തെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് വരികളാണ്. നമുക്ക് നോക്കാം. ഗംഗാമേം ഇരാവതിമേം മിനാമേം അപാർ അകുലാത്തി ഹുയി, നീൽ നദി ആമസോൺ മിസോറി में वेदना से गाती हुई बहती बहाती हुई जिंदगी की धारा एक. ओके, गंगा में इरावती में मीनाम में अपार अकुलाती हुई नील नदी आमसोन मिसोरी में वेदना से गाती हुई बहाती हुई जिंदगी की धारा एक. ഓക്കെ, അപ്പോൾ ഗംഗാമയം അതായത്
കുറേ നദികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഗംഗാമേ, ഇരാവതിമേ, മിനാമേ. അപ്പോൾ അബാർ അകുലാത്തി ഹുയി, അകുലാന എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാകുൽ ഹോന, ഓക്കെ എന്നതാണ് അതിൻ്റെ മീനിങ്, വ്യാകുലപ്പെടുക. നീൽ നദി ആമസോൺ മിസോറി में वेदना से गाती हुई, बहती बहाती हुई जिंदगी की धारा एक. അപ്പോൾ എന്താണ്, നമ്മൾ ഈ നദികൾ നോക്കുകയാണെങ്കിൽ ഈ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വേദന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ നദികൾക്ക് ഉണ്ടാകുന്ന വേദന മീൻസ് പൊല്യൂഷൻ, അതൊരു കാരണമാണ്. കാരണം പൊല്യൂഷനിലൂടെ എന്താണ് ഒത്തിരി പ്രശ്നങ്ങൾ ഈ ജലത്തിൻ്റെ ഒഴുക്കിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ നദികൾ നേരിടുന്നുണ്ട് പൊല്യൂഷൻ കാരണം. അപ്പം നദികളിൽ വേദനിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പൊല്യൂഷനാണ്. ബഹത്തി ബഹാത്തി ഹുയി സിന്ദഗി കി ധാരായി, അതായത് ഇത്ര പ്രശ്നങ്ങൾ വന്നാലും ആ നദികൾ എന്താണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഒഴുകി സമുദ്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾക്ക് ഒരു ലക്ഷ്യമുള്ളൂ, എന്താണ് സമുദ്രത്തിലേക്ക് എത്തണം. അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അത് മുന്നോട്ട് നീങ്ങുവാണ്, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബഹത്തി ബഹാത്തി ഹുയി സിന്ദഗി കി ധാരായി, എന്തൊക്കെ ഇത് വന്നാലും ആ ഒഴുക്ക് എന്ന് പറയുന്നത് ഒരുപോലെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറേ നദികളുടെ പേരുണ്ട്. അപ്പോൾ ജനതാക്ക സംഘർഷം, ഇത് നദികളിലൂടെ ജനങ്ങളുടെ സ്ട്രഗിൾ എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞു തരുന്ന കുറച്ച് വരികളാണിത്. സൈഡിലെ ക്വസ്റ്റ്യൻ നോക്കുക, ജൻ ജീവൻ സെ നദിക്ക ക്യാ സംബന്ധ ഹൈ. ഇപ്പോൾ ജനങ്ങളുടെ ജീവിതമായിട്ട് നദിക്ക് എന്ത് റിലേഷനാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്താണ് വീണ്ടും നമ്മളത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നദികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഇത്രയൊക്കെയാണ് അതിനകത്ത് മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ കവിത ബാക്കി ഇതുവരെ നമ്മൾ നോക്കിയ പാഠങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് കുറച്ച് കൺഫ്യൂസിങ് ഒക്കെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കണം. ഇപ്പം ജസ്റ്റ് കവിത വായിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി എന്നേ ഉള്ളൂ. നമുക്ക് സമ്മറി നോക്കാനുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, അതും നമുക്ക് നോക്കണം. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചാപ്റ്റേഴ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത ഫുട്ബോൾ കെ ദിൽ കാ രാജ അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസും ഇനി ചെയ്യാനുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അടുത്ത പാഠങ്ങളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കവിതയെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് മെയിനായിട്ടുള്ള ജനതാക്ക സംഘർഷം, അതുപോലെ തന്നെ എന്താണ് ജൻ ജൻ കാ ചെഹ്റ ഏക്, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, ആ ഒരു ഏകത, അത് രണ്ടുമാണ് മെയിനായിട്ട് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ ബൈ.